So let's start the first chapter, power series solutions and special functions. എന്തായിരുന്നു ഒരു പവർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പവർ സീരീസ് എന്താണെന്നുള്ളത്. അനാലിസിസിൽ ആൾറെഡി പവർ സീരീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. സമ്മേഷൻ സം n ഈക്വൽ ടു 0 to infinity or 1 to infinity സം an x raised to n എന്നുള്ള ഫോർമാറ്റിൽ ഇരിക്കുന്ന സീരീസ് ആയിട്ടിരിക്കുക. അതുപോലെ അല്ലെങ്കിൽ n ഈക്വൽ ടു സം 0 to infinity an x മൈനസ് എക്സ് നോട്ട് ഹോൾ പവർ n. ഇതൊക്കെയാണ് പവർ സീരീസിൻ്റെ ഫോം ഉള്ളത്. ഇനി പവർ സീരീസ് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലെന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ സമ്മേഷൻ ഈക്വൽ ടു 0 to infinity an x raised to n അല്ലെങ്കിൽ ഈ സമ്മേഷൻ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനിലോട്ട് എന്ത് ചെയ്യണം, അപ്രോച്ച് ചെയ്യുന്നതിനാണ് നമ്മളതിനെ പവർ സീരീസിൻ്റെ കൺവേർജൻസ് എന്ന് പറയാറ് അല്ലേ. ഇനി ഈ പവർ സീരീസിൻ്റെ കൺവേർജൻസിൻ്റെ ഒപ്പം നമ്മൾ വളരെ സുപരിചിതമായി കേട്ടിട്ടുള്ള ഒരു വാക്കാണ് എന്ത്, റേഡിയസ് ഓഫ് കൺവേർജൻസ് അല്ലേ. റേഡിയസ് ഓഫ് കൺവേർജൻസ് റേഡിയസ് കൺവേർജൻസിൻ്റെ ഫോമുല നമുക്കുണ്ടായിരുന്നു അല്ലേ. 1/r ഈക്വൽ ടു ലിമിറ്റ് n tends to infinity മോഡുലസ് ഓഫ് an plus 1/an അല്ലെങ്കിൽ ലിമിറ്റ് n tends to infinity മോഡുലസ് ഓഫ് an ഹോൾ പവർ 1/n. അങ്ങനെ ഡെഫിനിഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ആറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു, ആ ആറിനേക്കാളും മോഡ് എക്സ് ലെസ് ദാൻ ആർ ആയിട്ടുള്ള പോർഷനിലായിരിക്കുന്നത് ഇതിൻ്റെ കൺവേർജൻസ് എന്തായാലും പറയാൻ പറ്റുക. വേറെ എക്സ് ഈക്വൽ ടു ആറ് അതുപോലെ എക്സ് ഈക്വൽ ടു -6 എന്നുള്ള പോയിന്റുകളിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ ആ പോയിന്റുകളിൽ കൺവേർജ് ചെയ്യുമല്ലോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അല്ലേ. പവർ സീരീസ്, we know that an algebraic function is a polynomial. ഓൾജിബ്രായിക് ഫംഗ്ഷൻ നമ്മൾ ഓൾജിബ്രായിക് പോളിനോമിയൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓൾജിബ്രായിക് പോളിനോമിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആൽഫേനെ 0 ആക്കുന്ന രീതിയിലുള്ള പോളിനോമിയലാണ് ആൾജിബ്രായിക് പോളിനോമിയൽ എന്ന് വെച്ചാൽ. ഇവിടെ ഓൾജിബ്രായിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ പോളിനോമിയൽ വിത്ത് എന്താ പ്രത്യേകത പറയണേ, ഇറ്റ്സ് എ റാഷണൽ ഫംഗ്ഷൻ ഓർ മോർ ജനറലി the function y equal f of x that satisfies the equation y equal f of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. Pn of x y raised to n plus Pn minus 1 of x y raised to n minus 1 etc. P1 of x y plus P0 x equal to 0 ആയി വരണം. വേർ Pi of x എന്തായിരിക്കണം, അതിൻ്റെ ഒരു പോളിനോമിയൽ ആയിരിക്കണം. ഇങ്ങനെയുള്ള ആളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഓൾജിബ്രായിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇങ്ങനെയല്ല സാറ്റിസ്ഫൈ ചെയ്യാത്ത രീതിയിലുള്ള ആൾക്കാരാണ് നമ്മളെന്ത്, ഓൾജിബ്രായിക് അല്ലാത്ത ആൾക്കാർ, നോൺ ഓൾജിബ്രായിക് ഓർ ട്രാൻസെൻഡൻ്റൽ എന്ന് പറയുന്ന ആൾക്കാർ. ദ എലമെൻ്ററി ഫംഗ്ഷൻസ് കൺസിസ്റ്റ് ഓഫ് ഓൾജിബ്രായിക് ഫംഗ്ഷൻസ് ആൻഡ് ദ നോൺ ഓൾജിബ്രായിക് ഓർ ദ ട്രാൻസെൻഡൻ്റൽ ഫംഗ്ഷൻസ് ഒക്കറിങ് ഇൻ കാൽക്കുലസ്. അതായത് ഫംഗ്ഷൻസിൽ ഓൾജിബ്രായിക് ഫംഗ്ഷൻസും ഉണ്ട്, ട്രാൻസെൻഡൽ ഫംഗ്ഷൻസും ഉണ്ട്. അതിൽ പ്രത്യേക എക്സാമ്പിളുകൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ലോഗരിതം ഫംഗ്ഷൻ എക്സെട്ര അങ്ങനെയുള്ള ആൾക്കാരാണ്. നമ്മൾ ഇവിടെ ഹയർ എക്സ്പോണൻഷ്യൽ ട്രാൻസെൻഡൽ ഫംഗ്ഷൻസ് ആർ കോൾഡ് സ്പെഷ്യൽ ഫംഗ്ഷൻസ്. ഹയർ ട്രാൻസെൻഡൻ്റൽ ഫംഗ്ഷൻസ് ആർ കോൾഡ് സ്പെഷ്യൽ ഫംഗ്ഷൻസ്. സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മളൊക്കെ കാണുകയൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ള എലമെൻ്ററി ഫംഗ്ഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി പവർ സീരീസിൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. Now we know how to solve the first order and second order ODEs which have elementary functions as solutions. Now we are trying to find out power series solutions of ODE. അപ്പോൾ നമ്മൾ പവർ സീരീസ് എന്താണെന്നുള്ളത് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നു. An infinite series of the form summation n equal to 0 to infinity an x raised to n is called a power series in x, or summation n equal to 0 to infinity an x minus x naught power n is called a power series in x minus x naught. Now a power series set to converge at a point സംഭവിക്കണം എന്ത് വേണം, ലിമിറ്റ് m tends to infinity summation n equal to 0 to m an x raised to n exist എന്ന് വെച്ചാൽ ആ സീരീസ് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനിലോട്ട് എന്ത് ചെയ്യണം, കൺവേർജ് ചെയ്ത് പോകണം അല്ലേ. പക്ഷേ ആ സീരീസ് എല്ലാ പോയിന്റിലും കൺവേർജ് ചെയ്യണം നിർബന്ധമില്ല. അറ്റ് x equal to 0 എന്നുള്ള പോയിന്റിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്തായാലും കൺവേർജ് ചെയ്യും, കാരണം എല്ലാ എക്സ് വാല്യൂസ്
എക്സ് 0 ആയി കഴിഞ്ഞാൽ മൊത്തം 0 ഫംഗ്ഷനിലോട്ടാണ് പോകുന്നുണ്ടാവുക. സോ അല്ലാത്ത കേസുകളിൽ നമുക്ക് പല രീതിയിലുള്ള കാറ്റഗറി ഉണ്ടാവും, കൺവേർജ് ചെയ്യാത്തത് അല്ലാത്ത പല രീതികളുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളുകളാണ് പവർ സീരീസുകൾക്ക്. സമ്മേഷൻ n = 0 to infinity n factorial x raised to n. നമുക്ക് ആൾറെഡി ഈ സീരീസ് ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + x + 2 factorial x factorial 3 factorial x cube എക്സെട്ര അങ്ങനെ പോകുന്നത്. നമുക്ക് ഇവിടെ തന്നെ പറയാൻ പറ്റും എക്സിൻ്റെ വാല്യൂ കൂടുന്തോറും എന്ത് സംഭവിക്കും, ഈ സീരീസ് കൺവേർജ് ചെയ്യാണ്ടാവും. ദാറ്റ് മീൻസ് എക്സ് 0 എന്നുള്ള പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എക്സ് 0 അല്ലാത്ത പോയിന്റിൽ ഈ സീരീസ് കൺവേർജ് ചെയ്യില്ല. കാരണം എക്സിൻ്റെ വാല്യൂ വളരെ കുറഞ്ഞാൽ പോലും n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ വരും. സോ സമ്മേഷൻ അങ്ങനെ കൂടുന്തോറും ഒരു വലിയ വാല്യൂയിലോട്ടാണ് സമ്മ് പോകുന്നുണ്ടാവുക. ഓക്കെ, നൗ അടുത്ത ആരാ, സമ്മേഷൻ n = 0 to infinity x raised to n by n factorial. ദിസ് ഈസ് ഈക്വൽ ടു 1 + x + x² + x cube. ഇത് നമുക്ക് വളരെ പരിചയമുള്ള സീരീസാണ്. ഇതാരാ, നമ്മുടെ e raised to x ആണിത് അല്ലേ. നമുക്കതറിയാം എക്സിൻ്റെ എല്ലാ വാല്യൂസിനും അത് ഓക്കെ ആണ് അല്ലേ. നൗ അടുത്ത ആരാ, സമ്മേഷൻ n = 0 to infinity x raised to n 1 + x + x² എക്സെട്ര. ഈ സീരീസ് ആരായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ 1 - x ഹോൾ പവർ -1 ആയിരിക്കും. അതായത് മോഡ്ലെസ് x ലെസ് ദാൻ 1 ആകുമ്പോൾ എന്ത് ചെയ്ത് കൺവേർജ് ചെയ്യും, മോഡ് x > 1 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യും. ഓക്കെ, സോ ഫോർ ഈച്ച് പവർ സീരീസ് the real number r is called the radius of convergence with the property that the series converges if mod x less than r and diverges if mod x greater than r. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് തന്നിരിക്കുന്ന ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്ന എക്സുകളുടെ വാല്യൂസ് ഉള്ള ഒരു റീജിയനാണ് ഇതിലാര് നമ്മുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. സോ ആറാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എങ്കിൽ മോഡ് എക്സ് ലെസ് ദാൻ ആർ ആയിട്ടുള്ള പോർഷനിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും, കൺവേർജ് ചെയ്യുന്നുണ്ടാവും. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആർ എന്നുള്ള പോർഷനിൽ എന്ത് ചെയ്യുന്നത്, കൺവേർജ് ചെയ്യില്ല. ഇനി x = r x = -r എന്നുള്ള പോയിന്റുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്നുള്ള ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. തൊട്ട് മുമ്പ് കണ്ട സീരീസുകൾ നമുക്കറിയാൻ പറ്റും. ആദ്യത്തെ സീരീസ് എവിടെയും ഏത് പോയിന്റിലും കൺവേർജ് ചെയ്യുന്നില്ല എന്ന് കണ്ടു. ദാറ്റ് മീൻസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. ഇനി അടുത്തതിൽ എന്താ കണ്ടത്, എല്ലാ പോയിന്റിലും കൺവേർജ് ചെയ്യണമെന്ന് കണ്ടു. അതുകൊണ്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്തായിരിക്കും, r = +∞ ആയിരിക്കും. അടുത്തതിൽ എന്താ കണ്ടത്, ആറിൻ്റെ വാല്യൂ മോഡ് x ലെസ് ദാൻ 1 ഞാൻ കൺവേർജ് ചെയ്യുന്നത്. ദാറ്റ് ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ = 1 ആണ്. Now each power series in x has a radius of convergence r where 0 less than r less than infinity with the property that the series converges if mod x less than r and diverges if mod x greater than r. So in the formula നമ്മൾ എന്താ പറയാറ്, if limit n tends to infinity mod n + 1 n = l less than 1 and diverges if mod l greater than 1. നമ്മളിത് സാധാരണ സീരീസിൻ്റെ കേസാണ് പറയണേ. സമ്മേഷൻ a എന്ന് പറഞ്ഞാൽ സീരീസ് കൺവേർജ് ചെയ്ത് നമ്മളെപ്പോഴും പറയാറ്, അതിൻ്റെ ലിമിറ്റ് n tends to infinity an + 1 / an എന്ന് പറയണത് ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവേർജ് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യുന്നു നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ സീരീസിൻ്റെ കേസിലാവുമ്പോൾ ഈ സമ്മേഷൻ an x raised to n എന്ന് പറഞ്ഞാൽ പവർ സീരീസിൻ്റെ കേസിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം പരിപാടി ചെയ്യുക, ഒരു എക്സ് എക്സ്ട്രാ വരുന്നുണ്ടെന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. സോ ഇവിടെ എന്ത് വരും, ലിമിറ്റ് n tends to infinity an + 1 / an x raised to n വന്നിട്ടുണ്ട്. സോ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്തായി മാറും, ലിമിറ്റ് n tends to infinity an + 1 / an × mod x = l ആണ്. അങ്ങനെയാണെങ്കിൽ l less than 1 ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് കൺവേർജ് ഉണ്ടാവും. ദാറ്റ് മീൻസ് we define 1/r = limit n tends to infinity mod n + 1 / an. then എന്ത് കിട്ടി നമുക്ക് ഓട്ടോമാറ്റിക്കലി l less than 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1/r × mod x less than 1. that's mod x less than r. so mod x less than r ആകുമ്പോൾ എന്ത് ചെയ്ത് കൺവേർജ് ചെയ്യും, തിരിച്ച് mod x greater than r ആകുമ്പോൾ എന്ത് ചെയ്ത് ഡൈവേർജ് ചെയ്യും. now the power series may or may not converges at the end points. നമുക്ക് പ്രത്യേകം സെപ്പറേറ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്, x = r എന്നുള്ള പോയിന്റും x = -r എന്നുള്ള പോയിന്റും. ഓക്കെ, ഇനി ഒരു പവർ സീരീസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ f of x = സമ്മേഷൻ n = infinity an x raised to n converges for mod x less than r ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. കാരണം അത് പോളിനോമിയലാണ്, ഓരോ x raised to n അതിൻ്റെ സംഹിത പോലുള്ളത്. അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇങ്ങനെ ഉണ്ടാവുക, ഒരു പവർ സീരീസ് സമ്മേഷൻ f of x = n = 0 to infinity an x raised to n ആണെങ്കിൽ f' of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഉള്ളത്തെ ആളുടെ ഡെറിവേറ്റീവ് എടുക്കുക, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് n = 1 to infinity n an x raised to n - 1. ഓക്കെ, f" എന്ന് വെച്ചാൽ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുക, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് f" of x = n = 2 to infinity n × n - 1 an x raised to n - 2 and so on. ആൻഡ് നമുക്ക് പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ ഈ f of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ റേഡിയസ് ഓഫ് കൺവർജൻസ് mod x less than r ആണെങ്കിൽ ഈ f' of x-ൻ്റെയും അതുപോലെ f" of x-ൻ്റെയും റേഡിയസ് ഓഫ് കൺവർജൻസ് എന്ത് തന്നെയായിരിക്കും, mod x less than r ആയിരിക്കും. ഓക്കെ, നൗ
നമ്മളെ സീരീസുകളിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ടൈലർ സീരീസ് ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെറിവേറ്റീവ് ഇങ്ങനെ ഈ പവർ സീരീസിൻ്റെ ഫോമിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ nth ഡെറിവേറ്റീവ് an എന്ന് പറയുന്നത് ആരാന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ കിട്ടാവുന്നതാണ്. fn(0) എന്താ an = fn(0) n ഫാക്ടോറിയലാണ്. ഇനി രണ്ട് സീരീസുകൾക്ക് സമ്മേഷൻ g(x) ഇങ്ങനെയാണ്, f(x) അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ f(x) + g(x) അതിൻ്റെ കോയിഫിഷ്യൻസ് സം ചെയ്തിട്ട് x(n) അങ്ങനെ എടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ cn സമ്മേഷൻ = 0 to cn x(n), c എന്ന് പറഞ്ഞാൽ സമ്മേഷൻ k = 0 to n ak bn - k. ഒരേ എക്സുകളുടെ പവറുകളുടെ ടേമുകളെല്ലാം ഒരുമിച്ചാക്കിയിട്ട് പ്രൊഡക്റ്റ് എടുക്കും നമ്മൾ. കൺവെർജൻസ് ഒക്കെ സെയിം തന്നെ, എവിടെയാണോ രണ്ടും കൺവെർജ് ചെയ്യുന്നത് അതിൻ്റെ കോമൺ ആയിട്ടുള്ള mod x r തന്നെ കൺവെർജ് ചെയ്യും. ഇനി നമുക്ക് വളരെ പരിചയമുള്ള സീരീസുകൾ നമ്മളൊന്ന് എടുത്തെഴുതുന്നു. e⁻x സമ്മേഷൻ = 0 to x(n) n ഫാക്ടോറിയൽ, sin x അതുപോലെ cos x. ഇതൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, കാരണം ഇത് മറന്നു പോകാൻ പാടില്ല. ഈ സീരീസുകളൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടതായിരിക്കും. e⁻x, sin x, cos x അതുപോലെ log 1 + x. A function f(x) with the property that a power series expansion of the form f(x) = summation n = 0 to an x(n) is valid in some neighborhood of the point x0. Said to be analytic at x0. നമ്മളിനി അടുത്ത സെമസ്റ്ററിൽ കോംപ്ലക്സ് എത്തുമ്പോൾ പറയും, എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണോ അതിൻ്റെ കാര്യം. അതായത് f(x) ഒരു ഫംഗ്ഷനെ ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ ഇങ്ങനെ പറ്റുമെങ്കിൽ വേറെ എക്സുകളുടെ പവറുകൾ പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ ഇന്ന് വരാൻ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട് പണ്ട്. ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ടൈലർ സീരീസ് ഏത് ഫംഗ്ഷൻ എടുത്തിട്ട് അതിനെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മൾ ഈ കോംപ്ലക്സിൽ വരുമ്പോൾ പറയും. The polynomial series to sin x and cos x are analytic at all points. കാരണം അവരെല്ലാം ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഏത് പോയിന്റിൽ വേണമെങ്കിൽ. സോ ഇവരെല്ലാം അനലിറ്റിക് ഫംഗ്ഷൻസ് ആണ്. മാത്രമല്ല ഈ ഫംഗ്ഷൻസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പവർ സീരീസ് എക്സ്പാൻഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പോളിനോമിയൽ എഴുതുമ്പോൾ പവർ സീരീസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, നോൺ സീറോ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർ സീറോ ആയിട്ടുണ്ടാവും. ഇനി f(x) and g(x) are analytic function x0, then summation f(x + g(x) രണ്ട് അനലിറ്റിക് ഫംഗ്ഷനുകളുടെ സം അനലിറ്റിക് ആയിരിക്കും, രണ്ട് അനലിറ്റിക് ഫംഗ്ഷനുകളുടെ പ്രൊഡക്റ്റ് അനലിറ്റിക് ആയിരിക്കും. f(x) / g(x) g(x) ≠ 0 ആയിട്ടുള്ളതും അനലിറ്റിക് ആയിരിക്കും. If f(x) is analytic and x0 and f(inverse of x) is continuous, then f(inverse of x) is analytic at f(x0 and f(inverse of x) not equal to 0. നമുക്ക് ആവശ്യം വരുന്നതനുസരിച്ച് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ if g(x) നമ്മൾ പ്രത്യേകം എന്താ പറയുന്നത്, if f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അനലിറ്റിക് അറ്റ് x0 ആണ്, f(inverse of x) കണ്ടിന്യൂസ് ആണെങ്കിൽ f(inverse of x) എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്, അനലിറ്റിക് ആണ്. മാത്രമല്ല f(x) എന്ന പോയിന്റിൽ അനലിറ്റിക് ആണ്. മാത്രമല്ല f'(x) എന്താണ്, നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. If g(x) is analytic at x0 and f(x) is analytic at g(x0), then the composition is analytic at x0. Now the sum of power series is analytic at all points in the interval of convergence. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. If p is not a 0 or a positive integer, show that the series summation n equal to 1 to infinity p into p minus 1 into p minus 2 etc. p minus n plus 1 by n factorial into x is to n converges for mod x less than 1 and diverges for mod x greater than 1. സോ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന പവർ സീരീസ് എടുത്ത് എഴുതുക. ആ പവർ സീരീസിൽ എന്ത് കണ്ടുപിടിക്കണം, റേഡിയസ് ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കണം. റേഡിയസ് ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല ഉണ്ടല്ലോ അല്ലേ, 1/r = ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an + 1/an ചെയ്യണം. അപ്പോൾ ഫോം an എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയും പരിപാടികൾ ചെയ്യാനുള്ളൂ. സോ നമ്മുടെ സീരീസ് ആരാ നോക്കുക, സമ്മേഷൻ n = an x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ n = 1 to infinity p into p minus 1 p minus 2 p n minus n plus 1 by n factorial x is to n ആണ് അല്ലേ. സോ റേഷ്യോ ടെസ്റ്റ് പ്രകാരം എന്താ 1/r = ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡ് an by n plus 1 ആണ്. സോ an ആരാ, p into ഐഡൻറ്റിഫൈ ചെയ്യുക, p into p minus 1 p minus 2 etc. p minus n plus 1 by n factorial ആണ്. an plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ പൊസിഷനിൽ എന്ത് ചെയ്യുക, n plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് p minus 1 etc. ഇവിടെ p minus n minus 1 വരാം, p minus n വന്നു, n plus 1 ഫാക്ടോറിയൽ വന്നു. രണ്ടും കട്ട് ചെയ്യുക, കട്ട് ചെയ്യാനുള്ള ആളുകൾ കട്ട് ചെയ്ത് കളയുക. എന്ത് ബാക്കി വരും, ഇവിടെയുള്ള p minus n ബാക്കി വരും, അതുപോലെ ഇവിടെയുള്ള n plus 1 ബാക്കി വരും. സോ എന്തുണ്ടാവും, ദിസ് ഈസ് ഈക്വൽ ടു എന്താ 1/r ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an plus 1 by an ദിസ് ഈസ് ഈക്വൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി p minus n by n ഫാക്ടോറിയൽ by n plus 1 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കളഞ്ഞ് p minus n by n plus 1 ആയി മാറി. ഈ ആൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇതിൽ n കോമൺ എടുക്കാം അല്ലെ, n കോമൺ എടുത്ത് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n into p minus n minus 1 by n into 1 plus 1 plus 1 by n. സോ n കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലിമിറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവും, ഇത് 0 ആവും, ഇത് 0 ആവും. ദറ്റ് ഈസ്
ഇത് കിട്ടും, മോഡുലസ് എടുക്കുന്നതുകൊണ്ട് 1 കിട്ടും. ദാറ്റ് ഈസ് മോഡ് ആർ ഈക്വൽ ടു 1 കിട്ടി. ദാറ്റ് ഈസ് ഗിവൺ സീരീസ് കൺവേർജസ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് ഡൈവേർജസ് ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. നമ്മൾ അത്ര ചെയ്യാനേ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നില്ല. മോഡ് എക്സ് ഈക്വൽ ടു 1, മോഡ് എക്സ് എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ എൻ പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തൽക്കാലം ചെക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, സോ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സിമിലർലി ഇ എക്സ്, കോസ് എക്സ്, സൈൻ എക്സ് ഇവരുടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, റേഡിയസ് ഓഫ് കൺവേർജൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ലോഗ് ഓഫ് 1 + x എന്ത് ചെയ്യുക, സിമിലർലി ഇതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക.